ഇന്ത്യൻ ഇറക്കുമതിക്ക് മേൽ മൊത്തം തീരുവ 50% മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യയ്ക്ക് മേൽ കൂടുതൽ ദ്വിതീയ ഉപരോധങ്ങൾ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞു. ഉപരോധമുള്ള രാജ്യവുമായി വ്യാപാര സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു മൂന്നാം കക്ഷി രാജ്യത്തിന് ചുമത്തുന്നതാണ് ഉപരോധങ്ങൾ. ചൈനയെപ്പോലുള്ള രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമ്പോൾ ഇന്ത്യയെ മാത്രം എന്തിന് ലക്ഷ്യമിടുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് കൃത്യമായി മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. 8 മണിക്കൂറേ ആയിട്ടുള്ളൂ, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്ന് ട്രംപ് മറുപടി നൽകി. നിങ്ങൾ ഇനിയും ഒരുപാട് കാണാനിരിക്കുന്നതേയുള്ളൂ. നിരവധി ദ്വിതീയ ഉപരോധങ്ങൾ നിങ്ങൾ കാണും, ട്രംപ് കൂട്ടിച്ചേർത്തു. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങളുടെ മേൽ US സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ പരാമർശം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു സമാധാന കരാർ ഇന്ത്യയുടെ മേലുള്ള അധിക താരിഫുകൾ നീക്കം ചെയ്യുന്നതിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അക്കാര്യം ഞങ്ങൾ പിന്നീട് തീരുമാനിക്കും എന്ന് ട്രംപ് മറുപടി നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായധനം നൽകുകയാണെന്നാരോപിച്ച് ഇന്ത്യക്ക് 25% അധിക തീരുവ ഈടാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഒപ്പിട്ടിരുന്നു. ഓഗസ്റ്റ് 1 പ്രഖ്യാപിച്ച 25% പകരച്ചുങ്കം കൂടിച്ചേർത്ത് ഇന്ത്യൻ ചരക്കുകൾക്കുള്ള US തീരുവ ഇതോടെ 50%ആയി ഉയർന്നു. പകരച്ചുങ്കം വ്യാഴാഴ്ചയും അധിക തീരുവ 21 ദിവസത്തിനകവും പ്രാബല്യത്തിൽ വരും. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ സമവായമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് 21 ദിവസത്തെ സമയം. ട്രംപിന്റെ തീരുമാനത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഇന്ത്യ രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ അനിവാര്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. കമ്പോള ഘടകങ്ങളെയും രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പൊതുലക്ഷ്യത്തെയും മുൻനിർത്തിയാണ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി. മറ്റു രാജ്യങ്ങളും ഇത്തരത്തിൽ അവരവരുടെ രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും US ഇന്ത്യക്ക് അധിക തീരുവ ചുമത്താൻ തീരുമാനിച്ചത് അത്യന്തം നിർഭാഗ്യകരവും നീതീകരിക്കാനാകാത്തതും അന്യായവും അകാരണവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അതേസമയം ട്രംപിന്റെ തീരുവയിൽ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നു. കന്നുകാലി വളർത്തൽ, മീൻപിടുത്തക്കാർ, കർഷകർ എന്നിവരുടെ താൽപര്യങ്ങൾ ബലികഴിപ്പിച്ച് ഒരു ഒത്തുതീർപ്പിനുമില്ലെന്ന് മോദി പറഞ്ഞു. ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് തനിക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ താൽപര്യത്തിനാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന. ഇന്ത്യയിലെ കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങളിൽ രാജ്യം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല. ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ തയ്യാറാണ്. രാജ്യത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കന്നുകാലി വളർത്തുന്നവർക്കും വേണ്ടി ഇന്ത്യയും തയ്യാറാണ്. ട്രംപിന്റെ തീരുവകൾ നിലവിൽ വന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ മറുപടി.